അതെ, ഒരു സൗണ്ട് കേട്ടായിരുന്നോ? സർപ്രൈസ്. പറഞ്ഞേ നാളെ വന്നാ സർപ്രൈസ് ആവില്ലല്ലോ. വാ അത്തോട്ട് വാ. ഏട്ടാ, ഇതെന്റെ കോളേജ് ജിത്തു. മാധവ് ജി. അവക്ക് മാത്രമേ ഉള്ളൂ ഈ ഒപ്പനയൊക്കെ. നീ വന്നേ. നമുക്ക് ഹണി കേക്ക് ഉണ്ടാക്കാം. ഓ, ഇറങ്ങി കഴിഞ്ഞാണോ പള്ളി? ആരായിട്ട് ഒരു ഷർട്ടും പാൻറ് ഏട്ടത്തിലൂടെ പോയല്ലേ? ഇത് മാധവേട്ടൻ അനിയനാ. എടാ, 2 പേർ പാല് കുടിച്ചിട്ടാണോ? ഈ പഞ്ചായത്തിൽ നിന്ന് പാല് വന്നിട്ടില്ല, വന്നെല്ലാം പിരിഞ്ഞു പോയി. എന്താ നീ നമ്മുടെ പശുവിന്റെ പാല് ഇറക്കും? എനിക്കിപ്പോ പശുവിന്റെ അകടി പിടിക്കാൻ ഒരു മൂടില്ല. ചേട്ടാ, എന്തു ചെയ്യുന്ന? ജിത്തുവിന് ഇതൊക്കെ ഇഷ്ടമാന്നേ ഇല്ലടാ. മോള് പൊക്കോ, ജിത്തുവിനെ ചേട്ടൻ നോക്കണം. മതി മതി, നീ കഴിവ്. എന്തുവാടാ അത്? റോഡിന് നടുക്കൊണ്ട് വണ്ടി വെച്ചേക്കുന്ന മണൽ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? റോഡിന് നടുക്കാണ് വണ്ടി കൊണ്ട് വെച്ചേക്കുന്ന. നോ നോ നോ, ഐ ഡോണ്ട് കെയർ. നിന്റെ അടുത്ത് ഞാൻ സംസാരം നീ കേൾക്കുന്നുണ്ടോ? ഹേ മാൻ, വാട്സ്ആപ്പ്. ഓഹോ, വാട്സ്ആപ്പ്. യു ഗൈസ് ആർ ക്രേസി. അപ്പൊ നീ എന്നെ മാസ് കാണിക്കാൻ വിടില്ലല്ലേ? 2 വാട്സ്ആപ്പ്. ഒക്കെ വേർതിരിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? എള്ളുള്ളൊരി മാലിന്യം കേറെ. അതല്ല, ഈ എള്ളു അരിയും ചേർത്തി കുഴക്കണമെന്ന്. ഓ അങ്ങനെ. വെള്ളം ചേർക്കണം. നീ എന്താ കോൺക്രീറ്റ് ഉണ്ടാക്കുക? അതല്ല, എനിക്കതിന്റെ രീതികളൊന്നും അറിയാത്തോണ്ട് ചോദിച്ചതാ. അതൊന്നും വേണ്ട. കർമ്മം ചെയ്യാൻ ഓരോ രീതികളുണ്ട്. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. കുഴച്ചാൽ മാത്രം മതി. കുഴച്ചില്ലേ? ഹോ, കുഴച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഈ വിരലെടുക്കുക. എടുത്തു. ഇനി ആ ചുണ്ടിന്റെ ഇടയിലെ കൂളെടുത്ത് കളയാ. നാർന്നു കളയാ. ഇനി അച്ഛനെ മനസ്സിൽ ധ്യാനിക്ക്. അല്ല, എന്നാലും എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, കണ്ട് നല്ല മുഖപരിചയം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ ഇന്നലെ ബസ് സ്റ്റാൻഡിലൊന്നും പോയിട്ടില്ലല്ലോ. എന്താ സൗണ്ടിന് ഒരു മാറ്റം? അത് ഇന്നലെ ഞാൻ ബാംഗ്ലൂരിലോട്ടൊന്ന് ട്രെയിനിൽ പോയിരുന്നു. അപ്പൊ നനച്ച വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ജലദോഷം പിടിച്ചതാ. പക്ഷെ എന്നാലും ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സോറി തിരുമേനി. കൈകൂട്ടി കാക്കയെ വിളിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരും. വൈനോട്ട് ഹരഹര മഹാരാജ. കണ്ണനായില്ല. ആദ്യമായിട്ടാ ഇഞ്ചിലുള്ള ഒരു ഐലേ കാണുന്നത്. കണ്ണൻ എന്നുള്ളത് അച്ഛന്റെ പേരായിരിക്കും. ശരിക്കണോ? നിന്റെ പേരുള്ള ഒരു മീനും ഉണ്ട്. അതേതാ? ഐക്കൂട. പിള്ളേരുടെ വക ഒരു കൊട്ടേഷൻ. ഒരാഴ്ച സ്കൂളിൽ കാണരുതെന്ന്. ബുദ്ധിമുട്ടാണെ പറഞ്ഞാൽ നിന്റെ കാലും കൈ ഓടിച്ചങ്ങ് ഇട്ടേക്കാം. അഭിജിത്ത് സി പ്രസന്റ് സാർ. കൺഫേം. തൂക്കി സാറെ. PSC ഇടയ്ക്ക് വെറുതെ കുണ്ടാപ്പണിക്ക് ഇറങ്ങിയതാ പാർട്ട് ടൈം ആയിട്ട്. വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിതയുടെ പേരെന്താ? ചക്ക. ചക്കയല്ല, കൊട്ടത്തേങ്ങ. കൊട്ടത്തേങ്ങ എനിക്കറിയാം. വലിയ പുള്ളി. തിരുവനന്തപുരം ട്യൂഷൻ സെന്റർ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്താണ് പറയുന്നത്? ഞാനങ്ങനെ കാസർഗോഡ് ചുമ്മാ പേജാറൊക്കെ. കാസർഗോഡ് വിമല ട്യൂഷൻ സെന്റർ. നമ്മ എറണാകുളത്തോട് പഴക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. ഏത് ജില്ല ജനിച്ചവനാണ്? സത്യം പറഞ്ഞ ഞാൻ ഇവിടെ ട്യൂഷന് ഇറക്കാൻ വന്നവനെ. അത് നന്നായി. ഏത് സാഹചര്യത്തിലും പഠനം അത്യുത്തമ. സാറേ, ഞാൻ അവനെ വൈകിട്ട് വന്ന് വിളിക്കാം. ചുമ്മാ പിള്ളേര് കൊട്ടേഷൻ എന്റെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണു അവളെ കള്ളക്കാമുകനും കൂടെ ലിഫ്റ്റ് ലോക്ക് ആയിട്ട് നടക്കുന്നെന്ന്. അവിടെ കിന്നാരത്തുമ്പി സിനിമ ഇട്ടേക്കുള്ള തനിക്ക് വരുന്നത് കാണാൻ. നീ എന്തുകൂടി പറയുന്ന? എന്റെ പൊന്നുമോളെ ഞാൻ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. മടങ്ങിയിരിക്കാൻ. അയ്യോ അമ്മേ, പിന്നെന്തോ അവിടെ ചെയ്യുന്നത്? എല്ലാരെയും ഇവനെ അറിയാവുന്ന 4 വർഷം എന്നോട് പഠിച്ചല്ലേ. ഇവൻ അതിനുള്ള കഴിവൊന്നുമില്ലെന്നേ. എനിക്കാണെങ്കിൽ പൈച്ചിട്ട് ചെറിയ 1 മണിക്കൂറായി ഈ തിരക്കുണു. മരുന്നിനൊക്കെ പാടാ 5710 റുപ്യായി. വെളുക്കല മരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ മോറ് വെളുത്തില്ലേലും കുടുംബമായിട്ട് വെളുത്തോളൂ. വെളുത്തിട്ട് പറഞ്ഞ ക്രീം തേക്കണോലും ശ്രദ്ധിക്കുക. വലിയ വില കൊടുക്കേണ്ടി വരും. പെര പോയി നോക്കുമ്പോഴാ നല്ല നെയ്ച്ചോറ് ബീഫ്. ഇതിന്റെ പെരക്കാരുണ്ടാക്കിയോണ്ട് പറയല്ലോ, വലിയ രസമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ ചിന്നുവിന്റെ അച്ഛനാ സോഹനി കുറച്ച് മെച്ചൂർഡ് ആയിട്ട് ബിഹേവ്. അടുത്തവൻ വിളിക്കുന്നു അനസ്. ഇവന് ചിങ്ങാകുമ്പോ 31ാമത്തെ വയസ്സാ. സാറ്റ് കളിക്കാൻ വിളിക്കരുത്, ഞാൻ എടുക്കാം.
അല്ലെ സോഹ, ഞാൻ കാറോട് ഓഫ് റോഡ് വന്നേടാ, ടയർ ചെളി പൂന്തി പോയി. ഞാൻ വീട് നിനക്ക് അയച്ചു തരാം. സോഹ കണ്ട ടയർ ജാം ആയിട്ടിരിക്കുക സോഹ, എടുക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും പിടിച്ചോണ്ടോ? ഹെൽപ്പ് സോഹ, ഹെൽപ്പ്. ഞാൻ എന്തോ ചെയ്യാനാ? എടാ ഞാൻ എന്റെ കയ്യിലും കൊണ്ട് അങ്ങോട്ട് വരാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഞാൻ ഇനി മുതൽ മെച്ചറായിട്ട് നിന്നോളാം. ഫ്യൂച്ചർ എന്താണെന്ന് വല്ല ബോധമുണ്ടോ?